എല്ലാവരും ക്രിസ്മസ് ദിവസങ്ങൾ സന്തോഷത്തോടെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിച്ചുകൊണ്ട് ജീസസ് എവരിഡേയിലൂടെ കേട്ട സന്ദേശങ്ങൾ എല്ലാം കേട്ടും കർത്താവിൽ ബലപ്പെട്ടും ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ഒരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. ഇന്ന് മുതൽ 3 ദിവസത്തേക്ക്, വ്യാഴം, വെള്ളി, ശനി 3 ദിവസത്തേക്ക് ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചാണ് നടക്കുന്നത്. രാവിലെ 10:30 ആരംഭിക്കും. വൈകിട്ട് മീറ്റിങ്ങുകളില്ല, പകൽ മാത്രമേ ഉള്ളൂ. കഴിയുന്നതും ഈ വർഷത്തിൻ്റെ ഒടുവിൽ പ്രൈസ് ജനറേഷനോട് ചേർന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഉപവസിക്കുവാൻ താല്പര്യമുള്ളവർ ദൈവസ്ഥലിരിക്കുക. പുതിയ വർഷം നമുക്ക് കൂടുതൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വർദ്ധിച്ചു വരുവാനും കൂടുതൽ ബലപ്പെടാനും ഈ ഉപവാസ പ്രാർത്ഥന കാരണമായി തീരും. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം. ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരയെത്തും സ്നേഹകരം. ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, ഉറ്റവർ നിന്ദിച്ചു തള്ളിയിടുമ്പോൾ ശിക്ഷ വിധിച്ചു രസിച്ചിടുമ്പോൾ, പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കൂ. ക്രൂശിൻ സ്നേഹം പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണയ്ക്കൂ. ക്രൂശിൻ സ്നേഹം. ദൈവ
സ്നേഹകരം മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ മരുഭൂമിയിൽ വാടിത്തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ ഇവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം നന്ദിയപ്പാ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം ആയത്ര ശ്രേഷ്ഠം ആയതിനാലും ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻ ചാരത്തും സ്നേഹകരം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നു വന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. മനോഹരമായ ഒരു പ്രാർത്ഥന, നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഈ അധ്യായം വായിച്ചാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാവും, എങ്ങനെ പിതാവിനോട് സംസാരിക്കണമെന്ന് പുത്രനായി യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ എല്ലാ പ്രാർത്ഥനയും രഹസ്യത്തിലായിരുന്നു. രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത്. എന്നാൽ ഈ പ്രാർത്ഥന മാത്രം യേശു അവരുടെ നടുവിലിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അവർ കേൾക്കെ പ്രാർത്ഥിച്ചു. അത് നമുക്ക് വലിയ ഗുണമായി. യേശു അവരെ പഠിപ്പിക്കുകയായിരുന്നു. പ്രാർത്ഥനകളെല്ലാം യേശു പരസ്യമായിട്ടല്ലായിരുന്നു, രഹസ്യമായിട്ടായിരുന്നു. ഗദസമന തോട്ടത്തിൽ പോലും 3 പേരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവരിൽ നിന്ന് പിന്നെയും ഒരു കല്ലേറ് ദൂരത്ത് മുമ്പോട്ട് പോയിട്ടാണ് പ്രാർത്ഥിച്ചത്. എല്ലാ രഹസ്യത്തിലുള്ള പ്രാർത്ഥനകളായിരുന്നു കർത്താവിൻ്റേത്. അതായത് രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ രഹസ്യം. നമുക്കൊരു ഏകാന്ത സ്ഥലം വേണം. നമുക്ക് രഹസ്യമായി നമ്മുടെ വിഷമങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കണം. യേശുവിന് ആകെ ഉണ്ട് എന്ന് പറയാൻ പിതാവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയം നമുക്ക് ഒത്തിരി പേരുണ്ടെന്നുള്ളതാണ്. നമുക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മായിയപ്പനുണ്ട്, കൊച്ചപ്പനുണ്ട്, ചിറ്റപ്പനുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്. യേശുവിന് പിതാവല്ലാതെ ആരുമില്ല. എന്നിട്ടും ജീവിതത്തിൽ വിജയിച്ചത് യേശുവാണ്. അതിൻ്റെ കാരണം ഈ എല്ലാവരും ഉണ്ട് എന്ന് പറയുന്ന ഈ ആൾക്കാരൊന്നും ഒരാവശ്യത്തിന് നമ്മുടെ കൂടെ ഉണ്ടാകത്തില്ല. എന്നാൽ പിതാവിൻ്റെ പ്രത്യേകത
ഒരു നാള് കൈവിടില്ല. ധൈര്യമായിട്ട് യേശു കർത്താവിന് മനുഷ്യനായിട്ട് മനുഷ്യ വേഷത്തിൽ ഈ ഭൂമിയിലേക്ക് വരുമ്പോഴും യേശു കർത്താവിൻ്റെ അധികാരമൊന്നും പിതാവ് അടിച്ചൊന്നും മാറ്റത്തൊന്നുമില്ല. മാത്രമല്ല, പിതാവ് മുഴുവനും പുത്രന് കൊടുത്തിരിക്കുകയാണ്. ജീവനെ കൊടുക്കാനും ജീവനെ തിരിച്ചു പ്രാപിക്കാനുള്ള കൃപയും പുത്രന് കൊടുത്തു. മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരാനുള്ള കൃപ കൊടുത്തു. മനുഷ്യർക്ക് വേണ്ടി കഷ്ടപ്പെടാനുള്ള കൃപ കൊടുത്തു. ക്രൂശിൽ മരിക്കാനുള്ള കൃപ കൊടുത്തു. ഉയർക്കാനുള്ള കൃപ കൊടുത്തു. അതായത് എല്ലാ നാളും കൂടിയിരിക്കുന്ന ഒരു പിതാവ്. ഈ പിതാവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഈ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മളൊന്ന് വായിച്ചു പോയാൽ മതി. കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. വളരെ മനോഹരമാണ്. അതിനകത്ത് ഓരോ വാക്കുകളും വളരെ വിലപ്പെട്ടതാണ്. യേശു പ്രാർത്ഥിക്കുന്നു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പിതാവേ, സമയം വന്നിരിക്കുന്നു. എൻ്റെ സമയം ഇപ്പോൾ വന്നിരിക്കുന്നു. യേശു എല്ലാ കാര്യത്തിലും സമയം മനസ്സിലാക്കിയിരുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണാം. മറിയ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞെ, അവർക്ക് വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നു പോയി. ഈ വീട് വലിയ വിഷയത്തിലാണ്. അവിടെ അതിഥികളൊക്കെ ഒത്തിരി ഉണ്ട്. 1-2 പന്തി ആയപ്പോഴേക്കും വീഞ്ഞ് തീർന്നു. ഇനിയും പല പന്തികൾ ഇരിക്കാനുള്ള ആൾക്കാരുണ്ട്. യേശു വന്നിട്ടുണ്ട്, ശിഷ്യന്മാരുണ്ട്. അതിൻ്റെ അർത്ഥം ഒത്തിരി പേരെ അവിടെ വിളിച്ചിട്ടുണ്ട്. മറിയയുടെ ചർച്ചക്കാരാണെങ്കിലും സാമ്പത്തികമൊക്കെ ഉള്ളവരാണ്. എന്തോ കണക്കിൽ കൂടുതൽ ആൾക്കാർ വന്ന് കയറിയതാണ്. അതിൻ്റെ കാരണം വിളിച്ച വിളി ആൾ കൂടിപ്പോയതും കണക്കുകൾ തെറ്റിപ്പോയതായിരിക്കാം അതിൻ്റെ കാരണം. എന്നാൽ മറിയക്കാകെ അങ്കലാപ്പ്. ഓടി വന്നത് പറയാൻ പറ്റിയ ഒരാളേ ഉള്ളൂ. മറിയ 30 വർഷമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കാര്യമാണ്, കുഞ്ഞെ, അവർക്ക് വീഞ്ഞില്ല. യേശുവിലുള്ള മറിയയുടെ വലിയൊരു വിശ്വാസം നമുക്കവിടെ കാണാം. ഇത് പറയാൻ പറ്റിയ ആളാണ് യേശു എന്ന് മറിയ മനസ്സിലാക്കിയിരുന്നു. അതായത് യേശു രക്ഷകനാണെന്നും മശിഹയാണെന്നും മറിയ ആഴമായി വിശ്വസിച്ചിരുന്നു. കാരണം ആട്ടിടയന്മാര് വന്നു പറഞ്ഞ സാക്ഷ്യം സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ് ഈ യേശു എന്ന് ഈ ആട്ടിടയന്മാർ വന്ന് മറിയോടും ജോസഫിനോടും സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു വലിയ സന്തോഷം നഷ്ടപ്പെടുന്ന വക്കിലെത്തിയപ്പോൾ മനസ്സിലായി, സർവ്വജനത്തിനും സന്തോഷം ഉണ്ടാക്കുന്നവനാണെങ്കിൽ ഈ കല്യാണ വീട്ടിലെ വലിയ സന്തോഷത്തെ ഈ വ്യക്തിയോട് പറഞ്ഞാൽ മതി എന്ന് മറിയക്ക് മനസ്സിലായി. ഈ വീട്ടിൽ സന്തോഷം കൊണ്ടുവരാൻ, പോരായ്മ നികത്തുവാൻ, പ്രശ്നം പരിഹരിപ്പാൻ യേശുവിന് കഴിയും. അപ്പോൾ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം. ഒന്നുകൂടി പറഞ്ഞാൽ, സാമ്പത്തിക തകർച്ചകൾ വരുമ്പോൾ ആ വീട്ടിലെ സന്തോഷം പോകും. കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിലുള്ള വഴക്കുകൾ, പിള്ളേരെ കുറിച്ചുള്ള അവലാതി, മാനസിക പ്രശ്നങ്ങൾ എന്ന് വേണ്ട ഓരോ വീടുകളിലും ആ വീട്ടിനകത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത നിലയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാ വീടുകൾക്കും എല്ലാ പ്രശ്നത്തിനും പരിഹാരം വരുത്താൻ യേശു മതിയായവനാണ് എന്ന് മറിയ വിശ്വസിച്ചു. എല്ലാ ജനത്തിനും സന്തോഷം കൊടുക്കാൻ കഴിയും. എല്ലാ ജനത്തിൻ്റെ സ്ഥിതികൾക്ക് മറുപടി കൊടുക്കാൻ അവൻ അത്ഭുത മന്ത്രിയാണെന്ന് മറിയ വിശ്വസിച്ചു. പ്രശ്ന പരിഹാരകനാണെന്ന് വിശ്വസിച്ചു. അതുകൊണ്ടാണ് വീഞ്ഞില്ലെന്ന് പറഞ്ഞു. പിന്നെ മറിയയുടെ വിശ്വാസം ഓടി വന്ന് പറയാനായിട്ട് മറ്റു പല കാരണങ്ങളുണ്ട്. ജ്ഞാനികൾ കിഴക്ക് നിന്ന് വന്ന് പൊന്ന്, മൂര്, കുന്തിരിക്കം ഇവ 3 കാഴ്ചവെച്ചു.
യേശു രാജാവാണെന്ന്, രാജാവായി പിറന്നവനാണെന്ന് അവർ വന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ ജോലി എന്താണ്? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരുന്നു. പരസ്യമായി കാണുമ്പോൾ ഒരു കിരീടം തലയിലില്ലെങ്കിലും മറിയക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇവൻ ലോകത്തിൻ്റെ, ഈ ഭൂമിയുടെ, ഈ പ്രപഞ്ചത്തിൻ്റെ ചക്രവർത്തിയാണ്. അതുകൊണ്ട് ഏത് കാര്യവും ഈ രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞാൽ നടക്കും എന്ന് അവൾക്ക് ഉറപ്പായി. അങ്ങനെ മാത്രമല്ല, മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്നതും ഈജിപ്തിലേക്ക് രാത്രി ഓടിപ്പോകുന്നതും സ്വപ്നത്തിൽ ദർശനമുണ്ടാകുന്നതും സ്വപ്നത്തിലെ ആ വലിയ കാഴ്ച കണ്ട് മറിയ, കുഞ്ഞ്, ജോസഫ് ഇവർ 3 പേരും നാടുവിട്ടു പോകുന്നതും തിരിച്ചു വരുന്നതും ഇതെല്ലാം മറിയയുടെ ഹൃദയത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. 12-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിനുള്ളതിൽ ഞാനും ഇരിക്കേണ്ടതല്ലയോ? അപ്പം ഇങ്ങനെ മറിയയുടെ ഹൃദയത്തിൽ കുറേ കാര്യങ്ങൾ കിടക്കുന്ന ആ കാര്യങ്ങളെല്ലാം കൂടി ചേർത്തപ്പോൾ മറിയക്ക് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു ശക്തി ഉണ്ടായി. ഇതുപോലെ ബൈബിളിലെ യേശുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് ധ്യാനിക്കാനായിട്ട് വിട്ടുകൊടുത്താൽ അറിയാതെ നമ്മളൊരു വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെച്ചു പോകും. മറിയ അവിടെ വന്ന് ആരുടെ അടുത്തേക്ക് ഓടി വന്നില്ല, യേശുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് കാര്യം പറഞ്ഞു. യേശു അത്ഭുതങ്ങൾ അന്ന് വരെ ചെയ്തിട്ടില്ല. എന്നാലും മറിയക്കറിയാം യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. യേശു ഉടനെ പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും മറിയ മാറിയില്ല. ഒറ്റ കാര്യം അവിടെയുള്ള ശുശ്രൂഷകരോട് പറഞ്ഞു, വേറെ ആരുടെ അടുത്തും പോയി നിൽക്കാൻ മെനക്കെടണ്ട, യേശുവിൻ്റെ ചുറ്റും നിന്നോളാൻ പറഞ്ഞു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും കൽപ്പിച്ചിരിക്കും, എന്തെങ്കിലും പറഞ്ഞിരിക്കും, ഒരു പരിഹാരം കണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് മാറരുത്, കുറച്ചു നേരം കഴിഞ്ഞ് മാറരുത്. അവൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് കണ്ടിരിക്കും. യേശു വന്നാൽ, യേശു ഒരു കല്യാണ വീട്ടിൽ വന്നാൽ, യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, യേശു ഒരിടത്തുണ്ടെങ്കിൽ ഒരു പരിഹാരമുണ്ട്. യേശുവിനെ സ്വീകരിച്ച വീടാണോ? ഒരു പരിഹാരമില്ലാതെ പോകില്ല. യേശുവിനെ കൈക്കൊണ്ടവരാണോ? നിങ്ങളൊരു പരിഹാരം കാണാതെ ഇരിക്കില്ല. യേശുവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും നിശ്ചയം. അത് നമ്മുടെ അവകാശമാണ്. യേശു പറഞ്ഞു, എൻ്റെ സമയം വന്നിട്ടില്ല. മറിയക്കറിയാം സമയം വന്നിട്ടില്ല എന്ന് പറഞ്ഞാലും യേശുവിന് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അപ്പോസ്തല പ്രവൃത്തി 10:38 നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു, അവൻ നന്മ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി കൊണ്ട് സഞ്ചരിച്ചതുമായ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ നന്മ ചെയ്തു. യേശുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ യേശു ചെയ്ത ഒരു കാര്യമാണ് നന്മ. ഈ കല്യാണ വീട്ടിൽ ഒരു നന്മ ചെയ്യാതെ യേശു പോകില്ല. യേശുവിനെ ക്ഷണിച്ച വീടാണോ, നന്മ ചെയ്യാതെ പോകില്ല. നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? വീഞ്ഞു പോരാതെ വന്നോ? സന്തോഷം കുറഞ്ഞു വന്നോ? ഒരു നന്മ ചെയ്യാതെ കർത്താവ് മാറില്ല. കുടുംബജീവിതത്തിൽ സന്തോഷം, തലമുറയുടെ കാര്യത്തിൽ സന്തോഷം, നിങ്ങളുടെ ഓരോ കാര്യത്തിലും നിങ്ങൾ സന്തോഷം ആസ്വദിക്കാൻ പോകുന്നേ ഉള്ളൂ. യേശുവിൻ്റെ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞാലും നന്മ ചെയ്യാതിരിക്കില്ല, നന്മ ചെയ്തിരിക്കും. നന്മ ചെയ്യുന്നതിന് യേശുവിന് സമയമില്ല, സമയം വെച്ചിട്ടില്ല നന്മ ചെയ്യാൻ. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും. രാത്രി കടലിൻ്റെ മീതെ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവർക്ക് നന്മ ചെയ്തു, ശിഷ്യന്മാരുടെ ഭയം മാറ്റി. പകൽ മുഴുവനും നടന്ന് നന്മ ചെയ്തു. രാത്രിയും പകലും നന്മ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് കർത്താവിൻ്റേത്. രാത്രിയെന്നില്ല, പകലെന്നില്ല, നന്മ ചെയ്യുക.
ഹെരോദാവിനോട് പറഞ്ഞു. ഹെരോദാവിനോട് പറയാൻ പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു എന്നത് അറിഞ്ഞതുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ പോയി ആ കുറുക്കനോട് പറ, ഇന്ന് നാളെയും ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി 3-ാം നാളിൽ ഞാൻ സമാപിക്കും. അതിൻ്റെ അർത്ഥം, ഞാൻ സമാപിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ഞാൻ നന്മ ചെയ്യും. പത്രോസ് മഹോപുരോഹിതൻ്റെ ദാസൻ്റെ കാത് അറുത്ത് കളഞ്ഞു. കഴുത്തിന് വെട്ടിയതാണ്. വല വീശുന്നത് പോലെയാണ് പുള്ളി വാളെടുത്ത് വീശിയത്. അന്ന് ചരിഞ്ഞു പോയി. കഴുത്തിന് കൊണ്ടില്ല, അത് കൊണ്ടത് നേരെ അവൻ്റെ കാതിനാണ്. രാത്രിയാണെന്ന് ഓർക്കണം. നിലത്ത് കരിയിലകൾക്കകത്ത് ഈ മൽക്കോസ് എന്ന് പറയുന്ന ഈ പടയാളിയുടെ കാത് അറ്റ് മണ്ണി കിടക്കുക, കരിയില പുറത്ത് കിടക്കുക. അവിടെ കത്തിച്ച പന്തങ്ങളുടെ വെളിച്ചത്തിൽ യേശു ആ കാത് എടുത്ത് അവന് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇന്ന് ലോകത്തിലുള്ള ഏത് ഡോക്ടർമാർക്കത് കഴിയും, ഏത് ഹോസ്പിറ്റലിന് കഴിയും. ആ നിമിഷം ഫിറ്റ് ചെയ്ത് കൊടുത്തു, പൂർണ്ണമായിട്ട് സൗഖ്യമായി. നന്മ ചെയ്താണ് യേശു നേരെ ആ ചങ്ങല ധരിച്ച് വിസ്താരത്തിന് വേണ്ടി പോകുന്നു. നന്മ ചെയ്യുന്ന ശക്തി, അതിനുള്ള നാഴിക യേശുവിനുണ്ട്. നന്മ ചെയ്യുന്ന കാര്യത്തിൽ യേശു പരിമിതി വെച്ചിട്ടില്ല. അവന് സമയമുണ്ട്. കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ സമയമുണ്ട്. രാത്രിയെന്നില്ല, പകലെന്നില്ല, അവൻ്റെ നാഴിക തയ്യാറാണ്. അതുകൊണ്ട് കർത്താവിലോട്ട് കൂടുതൽ അടുക്കാം, പുതിയ നന്മകളെ കാണാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ഇഷ്ടമാണല്ലോ കർത്താവേ ഞങ്ങളുടെ വിടുതലുകൾ. ആ വിടുതലുകളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. വലിയ ദൈവപ്രവൃത്തിക്കായി ഞങ്ങളെ താഴ്ത്തും. വലിയ ദൈവകൃപയ്ക്കായി ഞങ്ങളെ സമർപ്പിക്കും. ഇത് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവപ്രവൃത്തി ഇറങ്ങിച്ചെല്ലട്ടെ. അനുഗ്രഹിക്കും. സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തും. പുതിയ പുതിയ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയും. കാരണം യേശു നമ്മെ കൈവിടില്ല. ഇന്നു മുതലുള്ള 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ മറക്കരുത്. എല്ലാവരും പങ്കെടുക്കുമല്ലോ. ഗോഡ് ബ്ലെസ് യു.